പാപമാ, ഇത് വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പ്രായപൂർത്തിയായവന്റെ ബൈക്കിന്റെ പുറകിൽ കേറാ പെറ്റതള്ള പറഞ്ഞാലും കേൾക്കരുത്. ഉമ്മ പറയുന്നതനുസരിക്കണം. പക്ഷേ വ്യഭിചരിക്കാൻ പറഞ്ഞാൽ അത് പാപമാണെന്ന് പറയണമമ്മ. ഞാൻ വ്യഭിചരിക്കില്ല എന്ന് പറയണം പെങ്ങള്. അങ്ങനെ പറഞ്ഞാ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. മൃതങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് മോനെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരാ, നിനക്കല്ലാഹു രണ്ട് സ്വർഗം തരും മോനെ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, അള്ളാഹു നിനക്ക് രണ്ട് സ്വർഗം തരും, നീ രണ്ട് സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, ബൈക്കിന്റെ പുറകില് സഹോദരന്റെ ഭാര്യ ചാടിക്കേറും. അവൾ അന്യ പെണ്ണല്ലേ? ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഭാര്യ ആകട്ടെ, ജ്യേഷ്ഠന്റെ ഭാര്യ ഒക്കെ തന്നെ, എങ്കിലും അവള് നിന്റെ ശരീരത്ത് തൊടുന്നത്, നീ അങ്ങോട്ട് തൊടുന്നത് പാവല്ലേ? അങ്ങനെ ആരെങ്കിലും വരുമ്പോ വിളിച്ചു കെട്ടിയിട്ട് ഓടലല്ലടാ. കൂടെ പഠിക്കുന്ന ഒരുത്തി കൈ കയറി പിടിക്കുമ്പോ പറയണ, എടുക്കടി കൈ, വ്യഭിചരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ പറയുന്നവളാകണം പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, കൂടെ പഠിക്കുന്നവൻ കയറി പിടിക്കുമ്പോ മിണ്ടാതെ നിന്ന് കൊടുക്കലല്ല. ഏതെങ്കിലും മരത്തിന്റെ ചുവട് കിട്ടിയ അവിടെ ഇരുന്നുകൊണ്ട് പടച്ചവൻ എങ്ങനെ ഇരുന്നു, എന്തൊക്കെ പരിപാടികളാ. അവിടെ ഇവിടെയും പോയിട്ട് എന്റെ പെങ്ങളോട് പറയാ, പെങ്ങളെ, നീ വിചാരിച്ച ഏത് വൃത്തികെട്ടവനെയും നന്നാക്കാൻ പറ്റും. പെണ്ണുങ്ങൾ അങ്ങനെ പക്ഷെ വിചാരിക്കില്ലല്ലോ. ചരിത്രത്തിൽ നോക്ക്, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനുണ്ട്. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സ്വഭാവം, ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ വൈകുന്നേരമായ കുളിച്ചൊരുങ്ങി കമ്പോളത്തിൽ പോകും. ബസറ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. കാണാൻ വലിയ സൗന്ദര്യവാനാണ്. ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം, വൈകുന്നേരം ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണത് പോലെ പോയി നിൽക്കും. ഏത് പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളയ്ക്കും. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് ആഗ്രഹം സാധിക്കാതെ കടന്നുറക്കം വരൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, എടാ, ഒരു പെണ്ണുണ്ടടാ, ആരൊക്കെ നോക്കിയിട്ടും വളയുന്നില്ല. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വൈകിട്ട് കൂടുമ്പോ പറയടാ, എത്ര നോക്കിയിട്ട് അവള് വളയുന്നില്ലടാ. അപ്പൊ പറയാം, എന്നാ ഞാൻ വളച്ചു കാണിക്കാളിയ. അങ്ങനെ മത്സരിക്കുമല്ലോ. ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. അവൾ അള്ളാനെ പേടിച്ചടക്കം പെണ്ണ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു കൈ നോക്കട്ടെ. അവസാനം അല്ലാഹുവേ, ആ പെണ്ണിന്റെ പുറകെ ഈ ചെറുപ്പക്കാരൻ നടന്നുപോയി. ശരീരം മുഴുവനും മറച്ച് നടന്നു പോകുന്ന പെണ്ണിന്റെ പുറകെ പോയപ്പോ അവള് ചോദിച്ചു, എന്റെ പുറകെ നടന്നിട്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ല, എന്തിനാ എന്റെ പുറകെ വരണേ? ഞാൻ അള്ളാനെ പേടിച്ചടക്കുന്നവളാ, എന്റെ പുറകെ നടക്കണ്ട, നിനക്കൊരു ഫായിദയുമില്ല. പക്ഷെ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. പെണ്ണിന്റെ പുറകെ നടന്നു. അവസാനം ആ പെണ്ണ് തന്റെ വീടിന്റെ അടുക്കലേക്ക്, തന്റെ വീടെത്താറായപ്പോ ഇവൻ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ പെണ്ണ് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ വരണേ? ഞാൻ ശരീരം മുഴുവനും മറച്ചവളാണല്ലോ, നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല, നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ ഇങ്ങനെ വരണേ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ ശരീരം മുഴുവനും മറച്ചാലും നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഈ മനോഹരമായ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകെ വരണേ. നിന്റെ ഈ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും. നിന്റെ കണ്ണ് കണ്ടിട്ടാ ഞാൻ പുറകെ വരണേ. ആ പെണ്ണ് ചോദിച്ചു, നിനക്ക് മരിക്കണ്ടേടാ, അള്ളാനെ ഓർമ്മയില്ലേടാ, അള്ളാടെ മുന്നിൽ പോയി നിൽക്കണ്ടേടാ, നീ എന്റെ കണ്ണ് നിനക്ക് അത്രയും ഇഷ്ടമാണോ? അതേ പെണ്ണെ, എങ്കിൽ ഇവിടെ ഇരിക്ക്. പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ നിനക്കൊരു സമ്മാനം കൊടുത്തുവിടാം. അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണ് വീടിന്റെ അകത്തേക്ക് നിലവിളിച്ചു കൊണ്ടോടി. തന്റെ വീടിന്റെ അകത്ത് പോയിട്ട് നെഞ്ചുപൊട്ടിയിട്ട് കരയുകയാ, അള്ളാഹുവേ, ഞാൻ കാരണം, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ പാപം ചെയ്തല്ലോ അല്ലാ, അന്യ പുരുഷൻ എന്റെ കണ്ണ് കണ്ടല്ലോ അല്ലാ, ഇഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. അള്ളാഹുവേ, അവിടുന്ന് ചരിത്രം പറയുന്നു, ഒരു കത്തിയെടുത്തിട്ട് രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികൾ ചൂടുന്നങ്ങെടുത്തു. ഒരു കത്തിയെടുത്ത് രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികളും ചൂടുന്നെടുത്ത് ഒരു